ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ റബീഅത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങൾക്ക് വേണ്ടി മരം കോച്ചുന്ന തണുപ്പിലും എല്ലാ രാത്രികളിലും വെള്ളമെടുത്തുകൊണ്ട് തഹജ്ജുദ് എണീക്കുന്ന മുത്തുനബി തങ്ങളുടെ കൈകളിലേക്ക് വെള്ളമെടുത്തു കൊടുക്കുകയാണ്. വെള്ളം കോരിയെടുക്കാൻ അകത്തേക്കുള്ള മാർഗങ്ങളില്ല, ദൂരെ പോയി ശേഖരിച്ചു കൊണ്ടുവരണം. നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള സംഗതിയെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം റബീഅ റളിയല്ലാഹു അൻഹുവിനെ പുറത്തുവന്ന് തനിക്ക് വേണ്ടി ഖിദ്മ ചെയ്യാൻ കാത്തിരിക്കുന്ന തന്റെ അനുജനെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഓ റബീഅ, നിങ്ങൾ മടങ്ങി പോകണം, കാരണം വല്ലാത്ത തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് ഈ വീടിന്റെ മൂലയിൽ ചുരുണ്ടിക്കൂടി നിങ്ങൾ കടക്കുന്നതിന് പകരം കുടുംബത്തോടൊപ്പം പോയി കഴിയ റബീഅ, ഈ തണുപ്പുള്ള രാത്രി ഇവിടെ എല്ലാം നിൽക്കേണ്ടത്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാര്യമാണല്ലോ. ഞാൻ ഇറങ്ങിപ്പോയി മാത്രമല്ല, കുറച്ചങ്ങോട്ട് എത്തിയപ്പോ എന്റെ മനസ്സിൽ ബോധം വന്നു. എന്താ ബോധം? പ്രയാസപ്പെടുന്ന ഘട്ടത്തിലല്ലേ ഞങ്ങളെ ഞാൻ കൂടുതൽ പരിചരിക്കേണ്ടത്, ആ തങ്ങൾക്ക് കൂടുതൽ ഖിദ്മ ചെയ്യേണ്ടത് പ്രയാസമുള്ള ഘട്ടത്തിലല്ലേ, അതല്ലേ ഇപ്പൊ ഉള്ളത്. കാരണം ആ തങ്ങൾക്ക് വലിയ പ്രയാസം. കാരണം ഈ തണുപ്പത്ത് ഞാൻ എന്ത് ചെയ്യും? തണുപ്പ് എന്ന് പറഞ്ഞാൽ പോകാണോ വേണ്ടത്? ഇവിടെയല്ലേ ഞാൻ നിൽക്കേണ്ടത്? ഇത്ര പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഇടക്കിടക്കൊന്ന് പോയാലും. ഈ ഒരു സമയത്ത് മുത്തുനബി തങ്ങൾ എന്റെ പ്രയാസം മനസ്സിലാക്കി അവിടെ നിന്ന് എന്നോട് കരുണ ചൊരിയുമ്പോ ആ നേതാവിനെ ഞാൻ നാളത്തെ പ്രഭാതത്തിന്റെ തൊട്ടുമുമ്പ് അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് വെള്ളമെടുക്കാൻ പുറത്തേക്ക് ഇറക്കാനാണോ? പറയാൻ മടങ്ങി വന്നപ്പോ മുത്തുനബി തങ്ങൾ വാതിലടച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്റെ മനസ്സിൽ സങ്കടം വന്നു. ഇനി മുത്തുനബി തങ്ങളെ മുട്ടി വിളിക്കുന്നത് അതവ് കേടാ. ഞാൻ ആ മരം കോച്ചുന്ന തണുപ്പിൽ ഒരു കരിമ്പുടവോ ഒരു പുതപ്പോ ഇല്ലാതെ പുറത്ത് ഞാൻ കാത്തിരുന്നു മുത്തുനബി തങ്ങൾക്ക് വേണ്ടി. ഞാൻ എന്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു, ഇനി എന്തു ചെയ്യും? അകത്ത് കടക്കാൻ വയ്യ, കുട്ടി വിളിക്കൽ അതവേളാണെന്ന് മനസ്സിലാക്കി പുറത്തു നിൽക്കുന്ന ഞാൻ ആ സമയത്ത് ഞാൻ എന്റെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നി, നൃത്തം വെറുതെയാക്കണ്ട. നല്ല തണുപ്പുള്ള ഈ സമയത്ത് കോരിയെടുക്കുന്ന വെള്ളവും ഐസുകട്ട പോലെ തണുത്തുറക്കുന്ന സമയമാണ്. ആ വെള്ളത്തിന് ഞാൻ കാരണം അല്പമങ്ങാനും അതിന് ചൂടേകാൻ കഴിഞ്ഞാൽ എന്റെ മുത്തുനബി തങ്ങൾ എണീച്ചു വരുമ്പോ അവിടുത്തെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന വെള്ളം അത് ഒരിക്കലും തണുത്തിറച്ച വെള്ളമാകുന്നതിന്റെ മുമ്പ് ഒന്ന് അല്പൊരു ചൂടെങ്കിലും അതിന് കിട്ടിയാൽ തണുപ്പൊന്നത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. കിടുകിടാ പറക്കുന്ന രാത്രി റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം കോരിയെടുത്തിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. തന്റെ മാറിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം അണച്ചുകൂട്ടി പിടിച്ചു. തണുക്കുന്ന സമയത്ത് നമ്മുടെ മേലൊന്ന് വെച്ചോക്കണം. പ്രവാസികളുണ്ടല്ലോ കൂട്ടത്തില്. തണുത്ത സമയത്ത് രാത്രി നേരത്തെ വെള്ളം പിടിച്ചു വെക്കലവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. തണുപ്പുള്ള രാത്രി അസഹ്യമാണ്. എത്ര കൂട്ടിടണം നമുക്കറിയില്ല. അതുകൊണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് ഒരു കരിപ്പടം പോലും ഇല്ലാതെ തന്റെ മാറിന്റെ കൂട്ടത്തിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം അണച്ചുകൂട്ടി. എന്തിന്? ഏത് തണുപ്പുണ്ടെങ്കിലും ശരീരത്തിൽ ഒരു ചൂടുണ്ട്. ആ ചൂട് ആറുന്നത് മരണത്തോടുകൂടെയാണ്. ആ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഊഷ്മാവ് ഈ വെള്ളപാത്രത്തിന്റെ മേലെ ടച്ച് ചെയ്തിട്ടെങ്കിലും ആ ചൂട് ഈ വെള്ളവുമായിട്ടൊന്ന് ലയിക്കുമ്പോ ആ ഹബീബായ തങ്ങൾക്ക് കൊടുക്കുന്ന ഈ തണുത്ത വെള്ളത്തിന് അല്പം ചൂടേകുമല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് വരുമ്പോ കാണുന്നത് വെള്ളപ്പാത്രം നെഞ്ചിന്റെ കുട്ടിലേക്ക് ഇറുക്കി പിടിച്ചു നിൽക്കുന്ന, ഉറക്കമൊഴിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയെ, തന്റെ ഒരു ശിഷ്യനെ കാണുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബ് എല്ലാം അവിടത്തേക്ക് കൊടുത്തെങ്കിൽ ചോദിക്കുമല്ലോ അവിടുന്ന്. ആ ചോദ്യം അവിടുന്ന് ചോദിച്ചു. സൽ യാ റബീഅ, ചോദിച്ചോ റബീഅ. ഇന്നതില്ല എന്ത് ചോദിക്കാൻ പറ്റുന്ന സുവർണാവസരാണ്. പലതും പറയാനുണ്ട്. പക്ഷേ റബീഅ റളിയല്ലാഹു അൻഹു അർത്ഥശങ്കക്കിടമില്ലാതെ മുത്തുനബി തങ്ങളോട് ചോദിച്ച ചോദ്യം ഇന്നും തങ്കലിനി പോലെ വിശുദ്ധ ഹദീസിൽ സഹീഹായി രേഖപ്പെട്ട് കിടക്കുന്നു. മുത്തുനബി തങ്ങളോട് പറഞ്ഞത് ദുനിയാവിലുള്ള എന്തെങ്കിലും സന്തോഷങ്ങളോ വിഷയങ്ങളോ അല്ല. ഓ നബിയേ, തങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമായി തരാൻ കഴിയുന്നത് നബിയെ എനിക്ക് കിട്ടേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah. എനിക്ക് സ്വർഗ്ഗത്തിൽ കിട്ടിയാ പോരാ, എനിക്ക് സിറാത്ത് കടന്നാ പോരാ, നരകം ഒഴിവായാ പോരാ, ഹൗദുൽ ഖദർ കിട്ടിയാ പോരാ. എനിക്ക് തങ്ങളുടെ കൂട്ടത്തില് റഫീഖായിട്ട്, തങ്ങളുടെ കൂട്ടുകാരനായിട്ട് സ്വർഗം കിട്ടണോ? ഉത്തരം വന്ന മറുപടി വലതുവാണ്. മുത്തുനബി തങ്ങളുടെ റഫീഖാകുന്ന ആള് സിറാത്തുമാകാൻ നമ്മൾ കയറിയിട്ട് ഇടക്കാറാകാൻ പാടില്ല. നബി തങ്ങളുടെ കൂട്ടുകാരനാകുന്ന റഫീഖ്
അർശിന്റെ തണലിലല്ലാതെ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല, മഹ്ശറിൽ വിറക്കാൻ പാടില്ല. പ്രയാസമുള്ള ഏതേത് ഘട്ടമുണ്ടോ അവിടെയൊക്കെ ഈ മുത്തുനബി തങ്ങൾ റഫീഖിന് സ്ഥാനം കയറ്റം കിട്ടണം. അപ്പോഴല്ലേ റഫീഖാവുക. ഈ ഒരു രൂപത്തിൽ എത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഹബീബായ തങ്ങൾ ഈ ചോദ്യം കേട്ടപ്പോ നബി തങ്ങൾ പറയേണ്ടത് ചില ആളുകൾ മനസ്സിലാക്കിയത് പോലെയാണെങ്കിൽ ഇത് തെറ്റല്ലേ, പടച്ചോൻ കൊടുക്കണല്ലേ സ്വർഗം, എന്നോടാ ചോദിക്കല്, ഓടാ എതിർക്കാനല്ലേ ഞാൻ ഇവിടെ വന്നത്, അല്ലല്ലോ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ചോദ്യം അസ്ഥാനത്താൽ നിങ്ങളുടെ മറുപടി സ്വീകരിക്കപ്പെടാൻ പറ്റില്ല. ദുന്യാവെ എട്ടാം വട്ടത്തിൽ എന്തെങ്കിലും ചോദിക്കാനാ ഞാൻ കരുതിയത്, നിങ്ങൾ ഇതാണോ ചോദിച്ചത്? മുത്തുനബി തങ്ങൾ പറഞ്ഞില്ല. മറ്റെന്തെങ്കിലും പോലെ റബീഅ ചോദിച്ചത് ഘനപ്പെട്ടതാണ്. നബി തങ്ങളോട് ഉടനെ പറഞ്ഞു, ഹോ അതാ എനിക്കത് തന്നെ മതി നബിയെ, എന്റെ പുറത്തേക്ക് വേറൊന്നുമില്ല, എനിക്കിത് കിട്ടണം. ഈ തങ്ങൾക്ക് വേണ്ടി സിനിമ ചെയ്തതിന് പകരം എനിക്ക് തങ്ങൾ ചോദിക്കാൻ തന്ന അവസരമായതുകൊണ്ട് എനിക്ക് വെറുതെ തങ്ങളെ കാണാൻ പറ്റും, തങ്ങളെ ചാരത്ത് തരാൻ പറ്റും. സ്വർഗത്തിന് വലിയ മർത്തബയിലാണ് ഉള്ളത്, എനിക്ക് റഫീഖായിട്ട് വരണം. മുത്തുനബി തങ്ങൾ ദുനിയാവിൽ വെച്ച് ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട സന്തോഷം പകർന്നു, നൽകാൻ ഏറ്റെടുത്തു. നിങ്ങളെ ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചിട്ടമായി കൊണ്ടുവരാൻ മുത്തുനബി നിങ്ങൾ പ്രത്യേകമായി താക്കീതും കൊടുത്തു. അഥവാ മുത്തുനബി നിങ്ങൾ ചോദ്യത്തിനെ ഗണ്ണിച്ചില്ല, എതിർത്തില്ല. എവിടെയാണ് നമുക്ക് പറയിച്ചത്? മനസ്സിലാക്കുന്നിടത്താണ് വിഷയം കിടക്കുന്നത്. അതുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് സന്തോഷഘട്ടത്തിലും ഏത് സങ്കടഘട്ടത്തിലും വെടിക്കപ്പെടാൻ പറ്റുന്ന നേതാവാൻ, എന്റെ കാലിന്റെ കോച്ചിപ്പിടുത്തം മാറാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് യാ മുഹമ്മദ് എന്ന് വിളിക്കണമെന്ന് തന്റെ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇതൊക്കെ ഹദീസിലുള്ള സംഗതികളാണോ പ്രിയപ്പെട്ടവരെ? ഈമാൻ ഉറച്ചതാക്കി മാറ്റുക, അതിനെ കാർന്നു തിന്നാൻ നമുക്ക് ചുറ്റുപാടും പലരും നമുക്ക് വലിക്കുമ്പോ ഇല്ല, ഈമാന് കളങ്കപ്പെടുത്തിയിട്ട് ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നിലേക്കും ഞാൻ പോകില്ല, അതാണ് എന്റെ ജീവിതത്തിന്റെ കാതൽ എന്ന ബോധം നമുക്കുണ്ടാവണം.